പരീക്ഷയടക്കം ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വിവിധ പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ രാഷ്ട്ര തലസ്ഥാനത്ത് തുടർന്നുവരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം രാഷ്ട്രശ്രദ്ധ ആകർഷിക്കുക സ്വാഭാവികം മാത്രം. കാരണം അത് രാജ്യത്തെ കോടാനുകോടി വിദ്യാർത്ഥികളെയും തൊഴിലന്വേഷകരായ യുവാക്കളെയും ആകെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് കേന്ദ്ര ഭരണകൂടത്തെ നേരിട്ട് വെല്ലുവിളിക്കുകയും അതിനെ കടുത്ത പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഡി ഭരണകൂടത്തിന്റെയും BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെയും നയസമീപനങ്ങൾക്കും വികസനത്തിന്റെ മറവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിനാശകരമായ പദ്ധതികൾക്കുമെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുവരുന്ന പ്രക്ഷോഭ സമരങ്ങളും ചെറുത്തുനിൽപ്പുകളും അർഹിക്കുന്ന ഗൗരവത്തിൽ മാധ്യമ വാർത്തകളിൽ സ്ഥാനം പിടിക്കുകയോ ബഹുജന ശ്രദ്ധ ആകർഷിക്കുകയോ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യുന്നില്ല. രാജ്യത്തെ തൊഴിലാളികളും കർഷകരും കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിരന്തര പോരാട്ടങ്ങളിലാണ്. അവയ്ക്ക് നാമമാത്ര പ്രതികരണമേ മാധ്യമങ്ങളിലും പൊതുരാഷ്ട്രീയ രംഗത്തും ലഭിക്കുന്നുള്ളൂ. ജൂലൈ 20 വിദ്യാർത്ഥികളുടെ സൻസദ് ചലോ പ്രക്ഷോഭം നടന്ന അതേ ദിവസം തന്നെയാണ് പഞ്ചാബിൽ നിന്നുള്ള കർഷകർ ഇന്ത്യ-US വ്യാപാര കരാറിൽ പ്രതിഷേധിച്ച് രാഷ്ട്ര തലസ്ഥാനത്ത് മഹാപഞ്ചായത്ത് ചേരാൻ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിനായി പുറപ്പെട്ട ആയിരക്കണക്കിന് കർഷകർ ഹരിയാന അതിർത്തികളിൽ സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാരിനാൽ തടയപ്പെട്ടു. രാജ്യത്തെ കർഷകരെയാകെ ബാധിക്കുന്ന ഒരു വിഷയം ദേശീയ മാധ്യമങ്ങളുടെ ഉൾപേജുകളിൽ ഒറ്റക്കോളത്തിൽ ഒതുക്കപ്പെട്ടു. രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങളെ ബാധിക്കുന്നതും ഒറ്റപ്പെട്ടതെന്ന് തോന്നാവുന്നതും എന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതുമായ നിരവധി പ്രശ്നങ്ങളാണ് മുഖ്യധാര മാധ്യമ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോകുന്നത്. ജന്തർ മന്ദറിലെ സമരവേദിയിൽ നിന്നും സോനം വാങ്ചുക്കിനെ പോലീസ് റാഞ്ചിയെടുത്ത് ആശുപത്രിയിലാക്കിയതിന് തൊട്ടടുത്ത ദിവസം മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ സമാനമോ അതിലും ക്രൂരമെന്നോ വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു സംഭവം അരങ്ങേറുകയുണ്ടായി. അവിടെ മധ്യപ്രദേശിലെ കെൻ നദിയെയും ഉത്തർപ്രദേശിലെ ബേത്വ നദിയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന 220 കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാൽ നിർമ്മാണ പദ്ധതിയിൽ ഭൂമി നഷ്ടമാവുന്ന ആദിവാസി ജനത ന്യായമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നടത്തിവന്ന സമരത്തെ പോലീസ് ബലം പ്രയോഗിച്ച് പിരിച്ചുവിടുകയും 2 ആഴ്ചയായി നിരാഹാര സമരം നടത്തിവന്ന അവരുടെ നേതാവ് അമിത് ഭട്നാഗറെ കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലാക്കുകയും ഉണ്ടായി. ഡൽഹിയെ പോലെ മാധ്യമങ്ങളുടെയോ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയോ സാന്നിധ്യമില്ലാത്തിടത്ത് സ്ത്രീകൾ ഉൾപ്പെടെ ആദിവാസികളായ സമരക്കാരോടുള്ള പോലീസിന്റെയും BJP സർക്കാരിന്റെയും സമീപനം ഊഹിക്കാവുന്നതേയുള്ളൂ. നഷ്ടമാകുന്ന തങ്ങളുടെ ഭൂമിക്ക് ന്യായമായ നഷ്ടപരിഹാരം ആവശ്യപ്പെടുക മാത്രമേ ആദിവാസികൾ ഉണ്ടായിട്ടുള്ളൂ. കെൻ ബേത്വ നദികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 45,000 കോടി രൂപയുടെ പദ്ധതി ഒട്ടേറെ സംശയങ്ങളും ആശങ്കകളും ഉയർത്തുന്ന ഒന്നാണ്. മധ്യപ്രദേശിൽ ഉത്ഭവിച്ച 427 കിലോമീറ്റർ സഞ്ചരിച്ച് യമുനയിൽ ലയിക്കുന്ന നദി ബുന്ദേൽഖണ്ഡ് മേഖലയിലെ മുഖ്യ ജലസ്രോതസ്സാണ്. 11 ലക്ഷം ഹെക്ടർ ഭൂമിയിൽ ജലസേചനവും 62 ലക്ഷം ജനങ്ങൾക്ക് കുടിവെള്ളവും ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ സ്വതേ വരണ്ട ഈ മേഖലയിലെ ജലദൗർലഭ്യം വിവരണാതീതമായ തോതിൽ വർദ്ധിക്കുമെന്ന് സ്വതന്ത്ര ജലവിഭവ വിദഗ്ധരും പരിസ്ഥിതി പ്രവർത്തകരും ഗ്രാമീണരും ഭയക്കുന്നു. പദ്ധതി പൂർത്തിയാവുന്നതോടെ 23 മുതൽ 46 ലക്ഷം വരെ വൃക്ഷങ്ങൾ വെട്ടിമാറ്റേണ്ടി വരും. അതുമാത്രം മതി ബുന്ദേൽഖണ്ഡ് മേഖലയെ മരുഭൂമിക്ക് സമാനമാക്കി മാറ്റാൻ. ഇപ്പോൾ തന്നെ ജലലഭ്യത പരിമിതമായ കെൻ നദിയിൽ 2 നിർദ്ദിഷ്ട അണക്കെട്ടുകൾ ഉയർത്തി വെള്ളം ബേത്വ നദിയിലേക്ക് തിരിച്ചുവിടുന്നതോടെ കെൻ നദിയുടെ താഴ്ന്ന പ്രദേശങ്ങൾ കൂടി വരണ്ടുണങ്ങുമെന്ന് നദിയെ ആശ്രയിക്കുന്ന ജനങ്ങൾ ഭയപ്പെടുന്നു. മതിയായ പാരിസ്ഥിതിക പഠനമോ സാമൂഹിക സാമ്പത്തിക ആഘാത പഠനമോ നടത്താതെ പദ്ധതി നടപ്പാക്കാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർവാശിക്ക് പിന്നിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭീമമായ തുകയും അതിൽ നിന്നും ഉടൻ ലഭ്യമാകുന്ന സാമ്പത്തിക നേട്ടവും മാത്രമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. കെൻ ബേത്വ നദീബന്ധന പദ്ധതി രാജ്യത്തൊട്ടാകെ BJP സർക്കാർ വികസനത്തിന്റെ പേരിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിക്കും പരിസ്ഥിതിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പദ്ഘടനയ്ക്കും ജനജീവിതത്തിനും വിനാശകരമായ പദ്ധതി പരമ്പരകളിലൊന്ന് മാത്രമാണ്. 81,000 കോടി രൂപ ചിലവിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ലോകവ്യാപകമായ വിമർശനവും പ്രതിഷേധവും ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ നടപ്പാക്കി വരുന്ന ഡെറാഡൂൺ ഋഷികേശ് ദേശീയപാത വികസന പദ്ധതി വൻ ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് ഭാഗികമായി നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങൾ കടുത്ത ആശങ്കയിലാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രതിദിനം 5 ഹെക്ടർ വനഭൂമി എന്ന തോതിലാണ് വികസനത്തിന്റെ പേരിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പരിസ്ഥിതി
പരിസ്ഥിതി ലോലമെന്ന് കരുതപ്പെടുന്ന ഈ ഹിമാലയൻ സംസ്ഥാനം വിവരണാതീതമായ പ്രകൃതി നാശത്തിന്റെ പാരമ്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഗുജറാത്തിലെ കുച്ച് മുതൽ സൗരാഷ്ട്ര വരെയും ഉത്തര ഗുജറാത്തിലും കർഷകർ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. വൻകിട വൈദ്യുതി പദ്ധതികളുടെ ട്രാൻസ്മിഷൻ ഇടനാഴികളുമായി ബന്ധപ്പെട്ട് ഭൂമി വിട്ടു നൽകേണ്ടി വരുന്ന കർഷകർ മതിയായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സമരരംഗത്തിറങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നത്. മേൽ വിവരിച്ച പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന പരിസ്ഥിതി സാമ്പത്തിക വെല്ലുവിളികളുടെ ഒരു ചെറു ശിഖരത്തെ മാത്രമാണ് അനാവരണം ചെയ്യുന്നത്. ഇത് കേവലം നയസമീപനങ്ങളുടെ ഉപരിപ്ലവമായ പരിഷ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. സമഗ്രവും സമൂലവുമായ രാഷ്ട്രീയ ഇടപെടൽ ആവശ്യപ്പെടുന്ന വെല്ലുവിളികളെയാണ് രാഷ്ട്രം അഭിമുഖീകരിക്കുന്നത്.